ഹായ് ഫ്രണ്ട്സ്, ഞാനെന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം ഹൈസ്കൂളിന് മുന്നിലാണ്. രണ്ടാം ഘട്ട കൊല്ലം കണ്ണൂർ ജില്ലയിലെ LDC പരീക്ഷ ഇന്ന് നടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എക്സാം അനാലിസിൻ്റെ ഭാഗമായിട്ടാണ് എത്തിയിട്ടുള്ളത്. നമുക്ക് ഇന്നത്തെ എക്സാമിനെ പറ്റി നമ്മുടെ കുട്ടികളോട് തന്നെ എന്ത് ചെയ്യാം, ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തത്തിൽ എളുപ്പമുണ്ടായിരുന്നു. എനിക്ക് മാത്സ് കുറച്ച് ടഫായിരുന്നു. ഇംഗ്ലീഷ് ഒക്കെയോ? ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫേഴ്സോ? കറണ്ട് അഫയേഴ്സ് സാറ് പഠിപ്പിച്ച കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് മാരത്തോൺ ഉണ്ടായിരുന്നു. ഓക്കെ. ഓവറോൾ എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ എക്സാം? കഴിഞ്ഞതിനെ വെച്ച് കമ്പയർ ചെയ്ത സ്റ്റേറ്റ്മെന്റ് കുറച്ചുകൂടെ കുറവായിരുന്നു. ഈസി ആയിരുന്നു. സൈലത്തിന്റെ സ്റ്റുഡന്റ് ആണ് ചോദിക്കുകയാണ്. അത്യാവശ്യം ഉപകാരപ്പെട്ടു നല്ല രീതിയിൽ. സൈലത്തിന്റെ ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഓക്കെ താങ്ക് യു. കുഴപ്പമില്ലായിരുന്നു. ഓവറോൾ എന്താണെന്ന് എഴുതാൻ പറ്റി? ഒരുവിധം. ഓക്കെ. മലയാളം എളുപ്പമുണ്ടായിരുന്നു. കഴിഞ്ഞ തവണത്തെ എളുപ്പമുണ്ട്. ഇംഗ്ലീഷ് കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ അത്ര എളുപ്പമല്ല. കറണ്ട് അഫയേഴ്സ് ഒക്കെയോ? പാടായിരുന്നു. സയൻസ് സബ്ജക്ട്സ് ഒക്കെയോ? കുഴപ്പമില്ല. സൈലത്തിന്റെ ക്ലാസ്സുകൾ കാണാറുണ്ട്. എഫക്റ്റീവ് ആണ്. ഓക്കെ ശരി. കഴിഞ്ഞ എക്സാമിനെ അപേക്ഷിച്ച് എങ്ങനെയുണ്ട്? കുറച്ചുകൂടെ എളുപ്പമുണ്ട്. കറണ്ട് അഫയേഴ്സ് ഒക്കെയോ? ഓക്കെ ആയിരുന്നു. മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ഓക്കെ ആണ്. ശരി. ഓക്കെ. കറണ്ട് അഫയേഴ്സ് ഒക്കെയോ? കുഴപ്പമില്ല. ഓക്കെ. മാത്സ്, ഇംഗ്ലീഷ് വലിയ കുഴപ്പമില്ല. മലയാളവും ഈസി ആയിരുന്നു കഴിഞ്ഞതിനേക്കാൾ. സയൻസ് സബ്ജക്ട്സോ? ടൈറ്റ് ആയിരുന്നു. ഓക്കെ. കറണ്ട് അഫയേഴ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സിമ്പിൾ എന്നാലും കുഴപ്പമില്ല. മാത്സ് ഒക്കെയോ? മാത്സും വലിയ കുഴപ്പമില്ല. അപ്പോൾ എന്താണ് കറണ്ട് അഫയേഴ്സ്? 20 മാർക്കിനാണല്ലോ കറണ്ട് അഫയേഴ്സ്. എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് അല്പം ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ ശരി. 20 മാർക്കിനായിരുന്നല്ലോ കറണ്ട് അഫയേഴ്സ്. എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് നോർമലി എല്ലാ ക്വസ്റ്റ്യൻസും എളുപ്പമായിരുന്നു. ഓക്കെ ആയിരുന്നു. ഈ സയൻസ് സബ്ജക്ട്സ് കുഴപ്പമില്ല, പ്രശ്നമില്ല. ഓവറോൾ ഓക്കെയാണ്. എങ്ങനെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഒക്കെ കുഴപ്പമില്ലായിരുന്നു. മലയാളം കുഴപ്പമില്ല. മാത്സോ? കുറച്ച് ടഫായിരുന്നു. കറണ്ട് അഫയേഴ്സ് 20 മാർക്കുള്ള കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ടില്ല. ഓവറോൾ എന്ത് തോന്നി മൊത്തത്തിൽ? കുഴപ്പമില്ല. ഓക്കെ. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഒക്കെ? മാത്സ് കുഴപ്പമില്ല. ഇംഗ്ലീഷോ? ടഫാണ്. മലയാളം? കറണ്ട് അഫയേഴ്സ് 20 മാർക്കിന് മേജർ ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സയൻസ് സബ്ജക്ട്സോ? കുഴപ്പമില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ, ഏരിയ, എക്കണോമിക്സ് ഒബ്ജക്റ്റീവ് വൈസ് ആയതുകൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു. ഓവറോൾ നമ്മുടെ കഴിഞ്ഞ എക്സാമിനെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ടഫായിരുന്നു. ഓക്കെ. എങ്ങനെയുണ്ട് എക്സാം? എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് പാടായിരുന്നു. ഇംഗ്ലീഷ്, മലയാളം ഒക്കെ? മലയാളം എളുപ്പമുണ്ടായിരുന്നു. ഈ കറണ്ട് അഫയേഴ്സ് 20 മാർക്കിന് കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരുന്നു. 20 മാർക്ക് ഇല്ലായിരുന്നു. 20 മാർക്ക് ഉണ്ടായിരുന്നില്ല. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ എങ്ങനെ എളുപ്പമുണ്ടായിരുന്നു? കൺഫ്യൂഷൻ ആയിരുന്നു. അതുപോലെ നമ്മുടെ സയൻസ് സബ്ജക്ട്സോ? സയൻസ് കഴിഞ്ഞ ട്രിവാൻഡ്രത്ത് കഴിഞ്ഞതുപോലെ അല്ലായിരുന്നു. കുറച്ചുകൂടെ ടഫായിരുന്നു. ഇത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒന്നും അല്ലായിരുന്നു ചോദിച്ചത്. ഓക്കെ. മലയാളം എളുപ്പമുണ്ടായിരുന്നു. ഇംഗ്ലീഷ്, മാത്സ് കുറച്ച് ടഫായിരുന്നു. കറണ്ട് അഫയേഴ്സ് 20 മാർക്കിന് ചോദിച്ചോ? കറണ്ട് അഫയേഴ്സ് ഇല്ല, കുറവായിരുന്നു. ആ ചോദിച്ച അത്ര എളുപ്പമുണ്ടായിരുന്നു. എങ്ങനെയാണ്? കുഴപ്പമില്ലായിരുന്നു. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ് ഏരിയകളൊക്കെ? ചോദിച്ചു. എക്കണോമിക്സ് ആണ്. അതുപോലെ നമ്മുടെ സയൻസ് ഏരിയകളൊക്കെയോ? സയൻസ് ഏരിയയുടെ ഉണ്ടായിരുന്നു. ഓവറോൾ എന്ത് തോന്നി? ഓവറോൾ എനിക്ക് ഫസ്റ്റ് നിങ്ങൾ എളുപ്പമായിട്ട് തോന്നി. പക്ഷേ പ്രസ്താവന കൂടുതലുണ്ട്. പൊളിറ്റിക്സ് എന്നൊക്കെ കുറേ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ താങ്ക് യു. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഒക്കെ? മലയാളം നല്ല എളുപ്പമുണ്ടായിരുന്നു. ഇംഗ്ലീഷ് കുഴപ്പമില്ല, എളുപ്പമുണ്ടായിരുന്നു. കറണ്ട് അഫയേഴ്സ് 20 മാർക്കിന് ചോദിച്ചോ? കറണ്ട് അഫയേഴ്സ് അത്ര ഉള്ളതായിട്ട് തോന്നിയില്ല. പിന്നെ ഭരണഘടന സ്റ്റേറ്റ്മെന്റ്സ് ഒരുപാട്. കറണ്ട് അഫയേഴ്സ് എളുപ്പമായിരുന്നു. ചോദിച്ച ക്വസ്റ്റ്യൻസ് എളുപ്പമായിരുന്നു. ഒക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തൊക്കെ ഓക്കെ, എളുപ്പമുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ് അങ്ങനെയുള്ള ഏരിയ പാടായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ആയിരുന്നു. അതുപോലെ നമ്മുടെ സയൻസ് ഏരിയ ആണെങ്കിലോ? സയൻസ് ഏരിയ എളുപ്പമുണ്ടായിരുന്നു. ഓവറോൾ എങ്ങനെയുണ്ട് കഴിഞ്ഞ എക്സാമിനെ കമ്പയർ ചെയ്യുമ്പോൾ? കഴിഞ്ഞ എക്സാം വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ താങ്ക് യു.